വിജയ് പറയുന്നിടത്തും തമിഴ്നാട് സർക്കാർ കാലാകാലങ്ങളായിട്ട് പറയുന്നിടത്തൊന്നും ഒരു നീതിയും ഇല്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ ഡാംസും പോലെയല്ല മുല്ലപ്പെരിയാർ ഡാം. തമിഴ്നാട് ഇനിയും ഈ 130 വർഷം പഴക്കമുള്ള ഡാം നിലനിർത്തി വെള്ളം കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നത് വലിയ മണ്ടത്തരാണ്. ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. അപ്പം അദ്ദേഹം ഞാൻ ഇപ്പോൾ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന കേസിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഈ 4.1 മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഭൂകമ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെയോ ഇടുക്കി ഡാമിൻ്റെയോ വിസിനിറ്റിയിൽ വന്നാൽ ഈ ഡാമുകൾ ഏത് ഡാമിൻ്റെ വിസിനിറ്റിയിൽ വന്നാലും ഡാം തകരും. 62 വർഷമായിട്ട് ഈ പ്രോബ്ലം പരിഹരിക്കപ്പെടാത്തത് എന്ത്? കേരളത്തിലെ ജനങ്ങളെ പുല്ലുപോലെ വില വയ്ക്കുന്ന ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ തമിഴ് ലീഡേഴ്സ് പറയുന്നത് അതുകൊണ്ടാണ്. ഡാം ഇമ്മീഡിയറ്റായിട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് ഇവരെല്ലാം പറഞ്ഞത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ആശങ്ക തുടങ്ങിയിട്ട് 62 വർഷമായി. 62 വർഷം ഈ ആശങ്ക തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മുല്ലപ്പെരിയാർ ഡാം. ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കുറേ റിപ്പയറിംഗ് വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. ആങ്കറിങ്, കേബിൾ ആങ്കറിങ്, പ്ലാസ്റ്ററിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പെനീക്കൊക്കെ ഡാം കൺസ്ട്രക്റ്റ് ചെയ്ത് വെള്ളം നിറച്ചപ്പോൾ തന്നെ ക്രാക്ക് വീണതാണ്. അത് ഇന്നും ആ ക്രാക്ക് അവിടെ തുടരാണ്. അപ്പോൾ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാനുള്ളൊരു ഇൻഫാലിബിൾ, ഇംപെക്കബിൾ, ഫ്ലോലെസ് മെത്തേഡ് ഇല്ല. പിന്നെ ഈ ഏറ്റവും കൂടുതൽ സമഗ്രമായ ഒരു ഹോളിസ്റ്റിക് എക്സാമിനേഷൻ നടന്നത് 80s അന്ന് സുപ്രീം കോടതി നിയമിച്ച ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ട്. ഈ എംപവേർഡ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് എല്ലാ വർക്കും നടന്നത്. അതിനുശേഷമൊന്നും കാര്യമായ വർക്കൊന്നും മുല്ലപ്പെരിയാർ ഡാമിൽ നടന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 40 വർഷമായി. അപ്പോൾ അന്ന് നടന്ന റിപ്പയറിംഗ് വർക്കും കാര്യങ്ങളുമൊക്കെ ഞാൻ സുപ്രീം കോടതിയിൽ അക്കമിട്ടത് മാനിപ്പുലേഷൻസാണ്, ഫേക്കാണ്, അൺസയൻറ്റിഫിക് ആണെന്ന് കാര്യകാരണ സഹിതം എവിഡൻസോടുകൂടി സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ ROV സ്റ്റഡി നടത്തിയ കേരളത്തിൻ്റെ ഭാഗം എൻജിനീയറിൻ്റെ ഒരു അഫിഡവിറ്റ് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആ അഫിഡവിറ്റിൽ പറയുന്നത് 100 അടിക്ക് താഴെ ബ്രേക്കേജ് ഉണ്ടെന്നാണ് ഡാമിന്. മാത്രമല്ല ഡാം റിസർവോയർ സൈഡിലേക്ക് 20 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതൊന്നും സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. എംപവേർഡ് കമ്മിറ്റിയിൽ നമ്മുടെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു, ജസ്റ്റിസ് KT തോമസ്. അദ്ദേഹവും അംഗമായി എംപവേർഡ് കമ്മിറ്റിയുടെ മാനിപ്പുലേഷൻസ് ഞാൻ കൃത്യമായിട്ട് എവിഡൻസോട് കൂടിയാണ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അത് ആർക്കും നിഷേധിക്കാനാവില്ല. ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് PMF ഫിക്സ് ചെയ്യുകയാണ്. PMF എന്ന് വെച്ചാൽ പ്രോബബിൾ മാക്സിമം ഫ്ലഡ്. അത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലാണെങ്കിൽ 10,000 വർഷത്തെ അവൈലബിൾ ഡാറ്റ എടുക്കുന്നത്. 10,000 വർഷത്തെ ഫ്ലഡ് ഏതൊക്കെ അവൈലബിൾ ആണോ അതിൻ്റെ ഡാറ്റ എടുക്കും. യൂറോപ്പിലൊക്കെയാണ് ഈ 1000 വർഷത്തെ എടുക്കുന്നത്. നമ്മുടെ ഇവിടെ 100 വർഷത്തെ എടുത്താൽ പോലും ഇവരുടെ ഈ PMF ഫിക്സേഷൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അത് തെറ്റാണെന്ന് തെളിയും. കാരണം 100 വർഷത്തിൽ നമുക്കൊരു വലിയ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. അത് 1924 ഫ്ലഡാണ്. കാരണവന്മാർ പറയണേ 99 വെള്ളപ്പൊക്കം മലയാളം ഏരിയയിൽ പറയുന്നു. അന്ന് ഈ മുല്ലപ്പെരിയാറിൻ്റെ 2 സ്ലൂയിസ് ഗേറ്റുകൾ തകർന്നുപോയി. അതായത് മുല്ലപ്പെരിയാർ ഡാം ഭാഗികമായി തകർന്നു എന്നർത്ഥം. അന്ന് 4.58 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് റീകൺസ്ട്രക്റ്റ് ചെയ്ത്, നോട്ട് റിപ്പയറിങ്, റീകൺസ്ട്രക്റ്റ് ചെയ്തത്. അത് ഇന്നത്തെ മണി വാല്യൂ അനുസരിച്ച്, ഗോൾഡിൻ്റെ വിലയൊക്കെ അനുസരിച്ച് 250 കോടി വരും. അപ്പോൾ അത്രയും ഭീമമായൊരു തുക മുടക്കിയിട്ടാണ് റീകൺസ്ട്രക്റ്റ് ചെയ്തത്.
അപ്പോൾ ഈ 99-ലെ വെള്ളപ്പൊക്കം, അതായത് 1924-ലെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളികളൊക്കെ ഓല മേഞ്ഞതും പുല്ല് മേഞ്ഞതൊക്കെ ആയിരുന്നു. വീടുകളുമൊക്കെ അങ്ങനെ തന്നെ. പ്രധാനപ്പെട്ട കെട്ടിടങ്ങളൊക്കെ വളരെ കുറവാണ്. ഇന്നത്തെ പോലെയുള്ള കെട്ടിടങ്ങളൊന്നുമില്ല. കേരളം മുഴുവനും നശിച്ചു പോയി എങ്കിൽ ഇനി ഒരു രണ്ടാമത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തകർച്ച നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, ബിയോണ്ട് അവർ ഇമാജിനേഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ ഡാം മാത്രമേ ഉള്ളൂ, വേറെ ഡാംസൊന്നുമില്ല. ഇന്ന് 84 ഡാംസ് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ തന്നെ 14ഓളം ഡാംസ് ഉണ്ട്. ഡയറക്റ്റ് ലൈനിൽ 3-4 ഡാംസ് ഉണ്ട്. അപ്പോൾ ഇനിയൊരു തകർച്ച, അന്ന് ഒരു ഡാം ഉള്ളപ്പോൾ അത് ഭാഗികമായി തകർന്നപ്പോൾ മഴയുണ്ടായിരുന്നു, അത് സ്മരിക്കേണ്ട, മഴയുണ്ടായിരുന്നപ്പോൾ മഴക്കാലത്താണ് സംഭവിച്ചത്. അപ്പോൾ അന്ന് ഭാഗികമായി തകർന്നപ്പോൾ കേരളം മുഴുവൻ നശിച്ചു പോയെങ്കിൽ ഇനിയൊരു തകർച്ച നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 84 ഡാംസ് ഉണ്ട്. മാത്രമല്ല 1 ലക്ഷത്തോളം ഫാക്ടറികൾ ഇതിൻ്റെ അടിയിലുണ്ട്, ചെറുതും വലുതുമായിട്ട്. അതിൽ ആയിരക്കണക്കിന് ഫാക്ടറികൾ കെമിക്കൽ ഫാക്ടറീസാണ്. അവിടെ മീഥേൻ, ഈഥേൻ, ബെൻസീൻ ഇങ്ങനെയുള്ള വിഷവാതകങ്ങൾ വാതക രൂപത്തിലും ഖരരൂപത്തിലും സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊരു ഫാക്ടറി തകർന്നാൽ മതിയില്ലേ കേരളത്തിലെ ജനങ്ങൾ മൊത്തം തീരാനായിട്ട്? ഭോപ്പാൽ ട്രാജഡി ഒന്നും അല്ലാത്തോണാവും. ഭോപ്പാൽ ട്രാജഡി ഒന്നുമല്ല. അപ്പോൾ ആയിരക്കണക്കിന് കെമിക്കൽ ഫാക്ടറികളിലുള്ള വാതകങ്ങൾ പുറത്തേക്ക് വന്നാലുള്ള സ്ഥിതി എന്താണ്? അതുപോലെ സദേൺ നേവൽ കമാൻഡ് ഇതിൻ്റെ അടിയിലാണ്. നേവൽ ആർമമെൻറ്റ് ഡിപ്പോ ഇതിൻ്റെ അടിയിലാണ്. അവിടെ എന്തെല്ലാം ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. അതൊരു ഡിഫൻസ് സീക്രട്ടാണ്. പിന്നെ ക്രൂഡ് ഓയിൽ, കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ, ആ ക്രൂഡ് ഓയിൽ കേരളം മുഴുവൻ വ്യാപിച്ചാലുള്ള സ്ഥിതി എന്താണ്? ഇവിടെ പിന്നെ പുല്ല് പോലും മുളയ്ക്കോ? അപ്പോൾ ഇതൊരു റിപ്പയറിങ് വർക്ക് കൊണ്ട് 130 വർഷം പഴക്കമായൊരു ഡാം ഇനി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ള ജനങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. ഏത് ആംഗിളിൽ പരിശോധിച്ചാലും ഇനി ഈ ഡാം അവിടെ നിർത്തുന്നത് ബുദ്ധിശൂന്യമാണ്. അല്ല, ഇതിലൊരു കാര്യമുണ്ട്. വിജയ് പറയുന്നിടത്തും തമിഴ്നാട് സർക്കാർ കാലാകാലങ്ങളായിട്ട് പറയുന്നിടത്തൊന്നും ഒരു നീതിയുമില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ ഡാംസും പോലെയല്ല മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ നദി സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കേണ്ട ഒരു നദിയാണ്. ആ നദിയെ അണകെട്ടി ബംഗാൾ ഉൾക്കടലിലേക്ക് വിടുമ്പോൾ അത് പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതി വിരുദ്ധത കാണിച്ചാൽ പ്രകൃതി തന്നെ തിരിച്ചടിക്കും എന്നുള്ളതാണ് ലോകത്തിൻ്റെ ചരിത്രം. നമ്മൾ പ്രകൃതിക്കൊരു ഇക്വിലിബ്രിയം ഉണ്ട്. ആ ഇക്വിലിബ്രിയം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഏറെക്കാലം അത് പ്രകൃതി നോക്കി നിൽക്കില്ല. പ്രകൃതി തീർച്ചയായിട്ടും തിരിച്ചടിക്കും. തമിഴ്നാട് ഇനിയും ഈ 130 വർഷം പഴക്കമുള്ള ഡാം നിലനിർത്തി വെള്ളം കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നത് വലിയ മണ്ടത്തരാണ്. അവർക്ക് ഈ ഡാം തകർന്ന പിന്നെ വെള്ളമൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഡാം തകർന്ന് മലയാളികൾ കൂട്ടത്തോടെ മരിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അവിടെ യാതൊരു നീതിയുമില്ല അതിൻ്റെ അകത്ത്. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ടെക്നോളജി ഭയങ്കര ഡെവലപ്ഡാണ്. തമിഴ്നാടിന് വെള്ളം വേണമെങ്കിൽ ആലുവ പുഴയിൽ നിന്ന് എടുക്കാൻ മാത്രം ടെക്നോളജി ഉണ്ട്. നമ്മൾ ചിന്തിക്കണം, ഇറാനിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് ഇന്ത്യയിലേക്ക് എത്തിക്കാമെങ്കിൽ ഇത്ര അടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ തമിഴ്നാടിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ കാലം മാറിയതിനനുസരിച്ച് മാറ്റി ചിന്തിക്കാൻ അവിടുത്തെ സർക്കാരുകൾ തയ്യാറാവണം. അന്ന് മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കേരളത്തിൻ്റെ അവസ്ഥയല്ല ഇന്ന്. അന്ന് കേരളത്തിൽ ഇത്ര പോപ്പുലേഷൻ ഇല്ല. അന്ന് പ്രത്യേകിച്ച് വലിയ നഷ്ടമൊന്നും കേരളത്തിനില്ല. ഇന്ന് കേരളത്തിന് ഏറ്റവും വലിയൊരു നഷ്ടമുണ്ട്. മുല്ലപ്പെരിയാർ നദിയിലെ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നത് കൊണ്ട് ഇടുക്കി ഡാമിൽ വെള്ളമില്ല. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല മൂലമറ്റം പവർ സ്റ്റേഷനിൽ. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ എനർജി ലോസ് ഉണ്ട്. അതായത് 10,000 കോടി രൂപയുടെ വൈദ്യുതി പ്രതിവർഷം വാങ്ങുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ കേരളത്തിൻ്റെ ഒരു മേജർ പ്രോജക്റ്റ് ഇടുക്കി ഡാം, അവിടെ 4-1 പോലും 10-1 പോലും ഇല്ല എന്നാണ് പലപ്പോഴും എൻജിനീയേഴ്സ് പറയുന്നത്, വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള.
ആ അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ പറ്റുക? കാരണം തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റാണ്. എനർജി സർപ്ലസ് സ്റ്റേറ്റായ തമിഴ്നാട് 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി പോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്കെങ്ങനെ വെള്ളം കൊടുക്കാൻ പറ്റും തമിഴ്നാടിന്? തമിഴ്നാടിൻ്റെ അഭിവൃദ്ധി മാത്രം മതിയോ? ഈ നാടും അഭിവൃദ്ധിപ്പെടണ്ടേ? അതായത് ഇതിനെക്കുറിച്ച് ഗൗരവമായി പഠിച്ച എല്ലാ ഏജൻസികളും, അത് ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി ആവട്ടെ, യുണൈറ്റഡ് നേഷൻസിൻ്റെ അക്കാഡമിക് വിങ് ആകട്ടെ, IIT റൂർക്കി, IIT ഡൽഹി, ഇതിനെക്കുറിച്ച് കേരള ഗവൺമെൻറ് നിയമിച്ച ഒരു വിദഗ്ധ സമിതി, ഇവരെല്ലാം പഠിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡാം വീക്കാണ്. ഡാം ഇമ്മീഡിയറ്റായിട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത്. പിന്നെ എതിർവാദങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് പറഞ്ഞാൽ എന്താണ് എതിർവാദം എന്ന് പറഞ്ഞാലാണ് എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഏജൻസിയും ഈ ഡാമിനെ അവിടെ നിലനിർത്തണം എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ആകപ്പാടെ കൊടുത്തിരിക്കുന്നത് എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട്. നേരത്തെ പറഞ്ഞ് ആ എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട് മാനിപ്പുലേഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ PMF ഫിക്സേഷൻ, ശരിക്കും ഒരു 100 വർഷത്തെ, അതായത് 1924 ഫ്ലഡാണ് PMF ഫിക്സ് ചെയ്യണതിന് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഈ ഡാം ഇങ്ങനെ പറ്റില്ല. ഹൈറ്റ് കൂട്ടേണ്ടി വരും, വിഡ്ത്ത് കൂട്ടേണ്ടി വരും. പിന്നെ ഇതിൻ്റെ വാട്ടർ ലെവലിന് മേലെ ഒരു ഫ്രീ ബോർഡർ ഉണ്ടാക്കേണ്ടി വരും. അതായത് ഇത് എൻ്റെ ഡാം തന്നെ മാറ്റേണ്ടി വരും കറക്റ്റ് PMF ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ശരിയായ റിപ്പോർട്ടല്ല, ഒരു മാനിപ്പുലേറ്റഡ് റിപ്പോർട്ടാണ് സുപ്രീം കോടതിയിൽ എംബോർഡ് കമ്മിറ്റി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി ഈ ഡാം ഒരു നിമിഷം പോലും അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം 84 ഡാംസ് പണിത് വെച്ചിട്ട് ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത്ക്വേക്കിൻ്റെ ഒരു സ്ഥലമാണ്. ഇപ്പോൾ സിസ്മോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ, അവരുടെ നിഗമനത്തിൽ, അവർ കേരളത്തെ തേർഡ് സോണായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. റെഡ് സോണാണ്. തേർഡ് സോൺ എന്ന് പറഞ്ഞാൽ റെഡ് സോണാണ്. ഇവിടെ റിക്ടർ സ്കെയിലിൽ 7+ വരുന്ന ഭൂകമ്പങ്ങൾക്ക് ചാൻസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ കേരളത്തിൽ സംഭവിച്ച മൈനർ ട്രമേഴ്സ്, ചെറിയ ഭൂകമ്പങ്ങളുടെ ഒരു ലിസ്റ്റ്, 240 ഭൂകമ്പങ്ങളുടെ ഒരു ലിസ്റ്റ് കേരള സർക്കാരിൽ നിന്ന് എടുത്തിട്ട് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ മാക്സിമം മാഗ്നിറ്റ്യൂഡ് വന്നിരിക്കുന്നത് 4.1 ആണ്. ഈ 4.1 മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഭൂകമ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെയോ ഇടുക്കി ഡാമിൻ്റെയോ വിസിനിറ്റിയിൽ വന്നാൽ, ഈ ഡാമുകൾ ഏത് ഡാമിൻ്റെ വിസിനിറ്റിയിൽ വന്നാലും ഡാം തകരും. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 84 വാട്ടർ ബോംബ്സിൻ്റെ അടിയിലാണ് താമസിക്കുന്നത്. നമുക്ക് ഈ ബോംബ്സ് കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഫോട്ടോ വോൾട്ടൈക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ പ്രകാശത്തിൽ നിന്ന് പോലും അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ ഇവിടെ സൂര്യാഘാതം വരുന്ന രീതിയിലുള്ള വെയിലുണ്ട്, സൺലൈറ്റ് ഉണ്ട്, അത് നമ്മൾ വേസ്റ്റാക്കി കളയുന്നു. അതുപോലെ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അവിടെ യാത്ര ചെയ്യുന്നവർക്കറിയാം, റോഡിൻ്റെ ഇരു സൈഡിലും വിൻമിൽസ് ഉണ്ട്, കാറ്റാടി യന്ത്രങ്ങൾ. ഇവിടെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ സീഷോറുണ്ട്. ഈ കടലിൽ വിൻമിൽസുകൾ സ്ഥാപിക്കാൻ പറ്റും. കടലിൽ തന്നെ ഫ്ലോട്ടിംഗ് സോളാർ പാനൽസും അല്ലാത്ത പാനൽസും വെക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുന്നവർക്കറിയാം. ഇപ്പം അതിനേക്കാൾ എളുപ്പത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ടെക്നോളജി, കാറ്റിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തന്നെ 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ് വെള്ളത്തിൽ, ഫോറസ്റ്റാണ്, വനമാണ് വെള്ളത്തിനടിയിലാക്കിയത്. ഇടുക്കി 65 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം. 84 ഡാംസ് ഉണ്ടാക്കി വെച്ച് നമ്മൾ നശിപ്പിച്ചത് എൻ്റയർ കേരളയുടെ എൻവയറമെൻറ്റാണ്. അത് പ്രകൃതി സഹിച്ച് ഏറെ നാൾ നിൽക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളമൊക്കെ ഒരു ക്രമത്തിൽ കടലിൽ പതിച്ചാലാണ് കടലിൽ സീവീഡ്സ് വളരുള്ളൂ, കടൽ ജീവികൾ വളരുള്ളൂ, മത്സ്യസമ്പത്ത് വളരുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശുദ്ധജലം കടലിലേക്ക് പതിച്ചേ പറ്റൂ. അത് പതിക്കാതെ പ്രകൃതി വിരുദ്ധതയുണ്ട്, ഡൈവേർഷനുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. ഡാംസ് തന്നെ
ഡാമിനെ തന്നെ പറ്റി പറയുകയാണെങ്കിൽ എവരി ഡാം ഈസ് എ വാട്ടർ ബോംബ്. മനസ്സിലായോ? അപ്പോൾ അതുണ്ടാക്കി വെച്ച് പ്രകൃതിയുടെ ഇക്വിലിബ്രിയം തകരാറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കണം. ഏത് നിമിഷവും ഇപ്പം ഞാനീ പറയുന്ന ഈ നിമിഷം പോലും ഈ ട്രാജഡി ഉണ്ടാവാം. ഈ പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ നല്ലേപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ 1900 ഭൂകമ്പം ഉണ്ടായി. അത് കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് അറിയപ്പെടുന്നത്. ആ ഭൂകമ്പം വീണ്ടും ആവർത്തിച്ചേക്കാം 4 വർഷത്തിൽ. ഇത് 2026 2030 മുമ്പ് ആവർത്തിച്ചേക്കാം. റിപ്പീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് സിസ്മോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. അത്തരം ഒരു അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഡെവലപ്ഡ് അല്ല, ഇത്രയും കെട്ടിടങ്ങളില്ല, ഫാക്ടറികളില്ല, ഇത്രയും ഡാംസും ഇല്ല. ഇന്ന് അങ്ങനെ ആ പ്രഭവ കേന്ദ്രം തന്നെ വെച്ചിട്ട് ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം തീർന്നു. അതുപോലെ തന്നെ എറണാകുളത്ത് വൈറ്റില ഒരു എപ്പിസെൻ്ററാണെന്ന് പറയപ്പെടുന്നു. അവിടെ 7+ വരുന്ന ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നു. എല്ലാ ഡെവലപ്മെൻറ്റ്സും നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ വാട്ടർ ബോംബ്സിൻ്റെ അടിയിലാണെന്ന് ഓർക്കണം. ഈ ബോംബുകൾ ഓരോന്നോരോന്നായിട്ട് നിർവീര്യമാക്കപ്പെടണം. എനർജിക്ക് വേറെ സോഴ്സസ് കണ്ടെത്തണം. ഇപ്പോൾ തമിഴ്നാടിനോട് നമ്മൾ പറയാണ്, നിങ്ങൾ 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ വെള്ളം തരില്ല എന്ന് പറഞ്ഞാൽ തീരുമാനം ഉണ്ടാവും. അതെങ്കിലും പറയാൻ ആർജവമുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടാവണം. 62 വർഷമായിട്ട് ഈ പ്രോബ്ലം പരിഹരിക്കപ്പെടാത്തത് എന്ത്? ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇടതും വലതും മാറി ഭരിച്ചു. 62 വർഷമായിട്ട് മാറി ഇവർ ഭരിക്കുന്നുണ്ട്. ഇവർ ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല. അതിൻ്റെ കാരണം പകൽ പോലെ വ്യക്തമാണ്. അത് ഞാൻ പറഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഏതായാലും കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ പോയി. ഇനി എന്ത്? അതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള വിഷയം. ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. അപ്പം അദ്ദേഹം ഞാൻ ഇപ്പോൾ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന കേസിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരള സർക്കാർ സത്യവാങ്മൂലം കൊടുക്കുന്നുണ്ട്. ഇതേവരെ കൊടുത്തിട്ടില്ല, കൊടുക്കുന്നുണ്ട്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, കേരളത്തിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ വേണം, അത് എഴുതി കൊടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെയൊക്കെ കേരള ഗവൺമെൻറ് ചെയ്താൽ ഒരു റിസൾട്ട് വരും. കാരണം സുപ്രീം കോടതി ഒരു കാര്യം മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ ഒക്ടോബർ 13 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ഇതാണ്: ഈ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാടിനോടും സെൻട്രൽ ഗവൺമെൻറ്റിനോടും കേരളത്തോടും. അവരൊക്കെയാണ് എതിർകക്ഷികൾ. സെൻട്രൽ വാട്ടർ കമ്മീഷനൊക്കെയാണ് എതിർകക്ഷികൾ. അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാം 130 വർഷം പഴക്കമായില്ലേ, ഇനി എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത്? പൊളിച്ചിട്ട് വേറെ ഒന്ന് പണിയോ അല്ലെങ്കിൽ എന്താണ് ആൾട്ടർനേറ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റണേ അത് ചെയ്യ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി എന്നല്ല, അതൊരു കോമൺ മാനിൻ്റെ പെർസെപ്ഷനിൽ നോക്കിയാൽ തന്നെ എന്താണ് പഴയതൊരെണ്ണം മാറ്റി പുതിയതാക്കി കൂടെ എന്ന് ആരും ചോദിക്കില്ലേ? അതിന് വലിയ സയൻറ്റിഫിക് നോളജ് വേണോ? ചർച്ച വേണോ? ഇവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളും അപ്രസക്തമാണ്, അപ്രധാനമാണ്. കാരണം 130 വർഷം പഴക്കമുള്ള ഡാം പൊളിച്ചു കളയണമെന്ന് പറയണതാണ് നീതിയും ന്യായവും അതും എല്ലാം. അതിനുശേഷമാണ് തമിഴ്നാടിൻ്റെ വെള്ളം വരുന്ന കാര്യമുള്ളൂ. വെള്ളം എടുക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അത് തമിഴ്നാട് പറയട്ടെ, നമ്മളെന്തിനാണ് അത് പറയാൻ അവർക്ക് ഇന്ന രീതിയിൽ വെള്ളം വേണം എന്ന് തിരുവനന്തപുരത്ത് ഒന്ന് പറയണ്ടേ? എന്നിട്ട് അത് വയബിളാണെന്ന് നമ്മൾ നോക്കി യേസ് പറഞ്ഞാൽ പോരെ? നമ്മളെന്തിനാണ് തമിഴ്നാട്ടിൻ്റെ വെള്ളത്തെക്കുറിച്ച് ആകുലപ്പെടുന്നത്? ഈ മനുഷ്യജീവൻ, ഇവിടെ കേരളത്തിൽ 4 കോടി ജനങ്ങളുണ്ട്. ഈ 4 കോടി ജനങ്ങളുടെ ജീവനാണോ തമിഴ്നാട്ടിലെ വെള്ളമാണോ? ഏതാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്? ഞാൻ സാധാരണ ഞാനിപ്പോൾ ഈ ചാനലിൻ്റെ വ്യൂവേഴ്സിനോടാണ് ചോദിക്കണേ, നിങ്ങൾ ഏതിന് മുൻതൂക്കം കൊടുക്കും? തമിഴ്നാട്ടിലെ വെള്ളത്തിനാണോ കൊടുക്കുന്നത്? 4 കോടി ജനങ്ങളുടെ ജീവനാണോ മുൻതൂക്കം കൊടുക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ കർണാടകത്തിലെ ജനങ്ങളെ പോലെയല്ല. ഇപ്പോൾ കാവേരി ഇഷ്യൂ കർണാടകത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാ. മനസ്സിലായ? അവർ പല്ലും നഖവും ഉപയോഗിച്ച് തമിഴ്നാടിനെ എതിർത്ത് അവർ വിജയിച്ചു. ഇപ്പോൾ അവർ അണക്കെട്ട് പണിയാൻ പോവുക. അവർ അഡ്വാൻസ്ഡ് ആണ്.
അതേപോലെ തമിഴ്നാട്ടിലെ ജനങ്ങൾ അവർ ജല്ലിക്കെട്ടെന്നുള്ളൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ തമിഴ് ജനത മൊത്തത്തിൽ ഒരുമിച്ച് കൂടി നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് നിയമത്തിൻ്റെ പരിരക്ഷ ഉറപ്പുവരുത്തിയെന്നാണ്. മനസ്സിലായോ? നമ്മളങ്ങനെയല്ല. ബേസിക്കലി ഈ 62 വർഷമായിട്ട് മുല്ലപ്പെരിയാർ ഡാം അവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. യഥാ പ്രജ തഥാ രാജ എന്നല്ലേ? ജനങ്ങൾ എങ്ങനെയാണോ അവർക്ക് പറ്റിയ രാജാവ് വരും, അത്രയേ ഉള്ളൂ. ഇവിടെ രാഷ്ട്രീയമായി ചേരിതിരിഞ്ഞ് നിൽക്കുന്ന ജനമാണ്. ഇപ്പം ഞാൻ LDFകാരനാണെങ്കിൽ LDFിൻ്റെ ലീഡേഴ്സ് പറയുകയാണ് മുല്ലപ്പെരിയാർ ഡാം അപകടത്തിലാണ്, മനുഷ്യച്ചങ്ങല തീർക്കണം. നമ്മൾ പോയി നിൽക്കും. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 2011 നിന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അവസാനം അവരുടെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ മുല്ലപ്പെരിയാറിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവരുടെ ഈ ജനങ്ങളുടെ ബുദ്ധി എവിടെ പണയം വെച്ചിട്ടുണ്ട്? അവനവൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുപോയി. ഇവർ വെറും പിണ്ടങ്ങളാണ്, ശവങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ബുദ്ധി അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൊണ്ടുപോയി. ഇനി ഇവർ വിളിച്ചു കൂവി ചാടണമെങ്കിൽ എന്തു വേണം? അത് ഇവർക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരിച്ച് ഫീഡ് ചെയ്യണം, എന്നാൽ കൂവി ചാടുകയുള്ളൂ, അല്ലെങ്കിൽ ചാടൂല. അതുപോലെ തന്നെയാണ് ഓപ്പോസിഷനും. അവരുടെയൊക്കെ ലീഡേഴ്സ് പറയുന്ന എന്താണോ അതാണ് അൾട്ടിമേറ്റ്ലി അവരുടെ ഒരു തോട്ട്. അല്ലാതെ സ്വതന്ത്രമായി തങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു ജനതയെ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് ഇവിടുത്തെ കാലാകാലങ്ങളിൽ ഭരിച്ച ഗവൺമെൻറ്റുകൾ നിഷ്ക്രിയരാക്കി മാറ്റിയിരിക്കുകയാണ്. അതെനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ആവറേജ് ആളോട് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും വൈകുന്നേരം ആക്കി കിട്ടുന്നതിൽ കുറച്ച് ബാറിൽ കൊണ്ടേ കൊടുക്കണം. ഇതല്ലാണ്ട് അവന് ജീവിതത്തിൽ വലിയ ഇതൊന്നുമില്ല. അല്ലെങ്കിൽ ലോട്ടറി എടുത്ത് കിട്ടാൻ പോകുന്ന മഹാസൗഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടണം. പ്രോഗ്രസീവായിട്ട് ഈ നാട്ടിൽ ചിന്തിക്കുന്ന ജനങ്ങൾ, പണ്ടൊക്കെ വായനശാലകളുണ്ടായിരുന്നു, വായിച്ചും പഠിച്ചുമൊക്കെ എന്തെങ്കിലും വിവരമുണ്ട്. ഇന്ന് യാതൊരു വിവരമില്ലാത്ത ആളുകളെയാണ് നമ്മൾ പ്രബുദ്ധരെന്ന് പറയുന്നത്. നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം അവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങളാണ്, അല്ലാതെ ആരുമല്ല. ഈ ജനങ്ങൾ, അതായത് ഒരു ദുരന്തത്തിൻ്റെ വിക്ടിംസ് ആകുന്ന ആൾക്കാർക്ക് ബോധം ഉണ്ടാവണം. ദുരന്തം തനിയെ വഴിമാറും. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇതിൻ്റെ ദുരന്തത്തിൻ്റെ എന്താ പറയുക, ദുരന്തത്തിൻ്റെ ഒരു ആഘാതത്തിൻ്റെ അനുഭവിക്കുന്ന ജനം, അനുഭവിക്കാൻ പോകുന്ന ജനം, അവർ ഇത് വരാൻ പോകുന്ന ഒരു ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ പകുതി സൊല്യൂഷനായി. ഇന്ന് തെരുവിലിറങ്ങി മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്, റെസ്പോൺസ് കാണാം. ഈ റെസ്പോൺസ് കാരണമാണ് ആ ഡാം അവിടെ തന്നെ നിൽക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെയാണ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് തമിഴ്നാടിന് ഇത്രയും ധാർഷ്ട്യം. അഹങ്കാരത്തിൻ്റെ ഭാഷ. കേരളത്തിലെ ജനങ്ങളെ പുല്ലുപോലെ വില വയ്ക്കുന്ന ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ തമിഴ് ലീഡേഴ്സ് പറയുന്നത് അതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ വിജയ് സർക്കാർ വരുന്നതിന് മുമ്പുള്ള സർക്കാരിൽ ഇറിഗേഷൻ മിനിസ്റ്റർ അദ്ദേഹം തേനി വന്നിട്ട് ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ 142 അടിയിൽ നിന്ന് 152 അടിയിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് കൂട്ടാൻ പോകുകയെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറയുന്നത് എവിടെ നിന്നാണെന്ന് നമ്മൾ ചിന്തിക്കണം. തേനിയിലെ പ്രളയം അവലോകനം ചെയ്യാൻ വന്നപ്പോൾ, അപ്പോൾ അവിടെ പ്രളയമുണ്ട്, മനസ്സിലായോ? ആ പ്രളയത്തിൻ്റെ നടുക്ക് നിന്ന് ഒരഹങ്കാരത്തിൻ്റെ, അതായത് 4 കോടി ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ, കേരളത്തെ യാതൊരു ബഹുമാനവും കൊടുക്കാതെ, കേരളം കൊണ്ടാണ് തമിഴ്നാട് ഇന്ത്യയിലെ 3ാമത്തെ സാമ്പത്തിക ശക്തി ആയത് എന്ന് തിരിച്ചറിയാതെ, നമ്മൾ കാരണം ഈ നാട്ടിലെ വെള്ളം കൊണ്ട് മാത്രമാണ് അവർ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് തമിഴ്നാട്ടിൽ വളർന്നത്. 5 ഡിസ്ട്രിക്റ്റാണ് അവർ ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആക്കിയത്. അതിൽ 2 ഡിസ്ട്രിക്റ്റ് ചേർത്ത് വെച്ചത് എൻ്റയർ കേരളമായി. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട്
നമ്മുടെ ചെലവിൽ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയ തമിഴ്നാടാണ് നമ്മളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്. ഇതൊന്നും വകവെച്ച് കൊടുക്കാൻ പാടില്ല. ഞാൻ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡാജിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്, നിങ്ങളെന്താണ് വകവെച്ച് കൊടുക്കുന്നത്? നിങ്ങളുടെ വെള്ളം കൊണ്ട് അവർ ഇത്രയും ഡെവലപ്മെൻ്റ് ആക്കിയപ്പോൾ അവർ തന്നെ പറയുന്നു 50,000 കോടി രൂപയുടെ കാർഷിക അഭിവൃദ്ധി, കൃഷിയിൽ നിന്ന് മാത്രം 50,000 കോടി രൂപ തമിഴ്നാട് എക്സ്ചക്കറിൽ വരുമെന്ന് അവരുടെ ബാലൻസ് ഷീറ്റിൽ കാണുന്നു. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന വീടാന്തരം വെള്ളം കൊടുത്ത് മീറ്റർ വെച്ച് കാശ് വാങ്ങുന്നു, ഇൻഡസ്ട്രിക്ക് കൊടുത്ത് കാശ് വാങ്ങുന്നു. അങ്ങനെ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളേഴ്സ് അവരുണ്ടാക്കുന്നു നിങ്ങളുടെ വെള്ളത്തിൽ നിന്ന്. എന്നിട്ട് നമ്മളെ അധിക്ഷേപിച്ച് നമ്മളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നു. നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എന്ത് ജനങ്ങളാണെന്നാണ് മുൻ പ്രധാനമന്ത്രി ദേവഗൗഡാജി ചോദിച്ചത്. അദ്ദേഹത്തിന് കാവേരി വിഷയമൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ കാവേരി വിഷയത്തിൽ തന്നെ കേരളത്തിന് കാവേരി ട്രൈബ്യൂണൽ അനുവദിച്ച വെള്ളം പോലും നമ്മൾ വാങ്ങാൻ തയ്യാറാവുന്നില്ല. നമുക്ക് മുട്ടുപറയ്ക്കാണ് തമിഴ്നാടിനോട് ഒരു ഒരു തീരുമാനം ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കോൺട്രാക്റ്റിൻ്റെ വിഹിതമായ കാവേരിയിലെ വെള്ളം ഞങ്ങൾക്ക് വേണം എന്ന് പറയാനായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിന് ഇവിടെ നാവ് പൊങ്ങത്തില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന എന്തുകൊണ്ട് ഇവരുടെ നാവ് പൊങ്ങുന്നു ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കാവേരിയിലെ ഷെയർ പോലും വാങ്ങിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പരാജയമാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഏത് നേരം ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാവും. ഞാനിത് ആരും പറയാനില്ല എന്നിട്ട് ഒരു മനുഷ്യനും ഇതിനെക്കുറിച്ച് പറയാനില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് പഠിച്ചപ്പോൾ മനസ്സിലായി വലിയ അനീതിയും അധർമ്മമാണ് കേരളത്തോട് കാണിക്കുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി കഴിഞ്ഞ ലേറ്റസ്റ്റ് ജഡ്ജ്മെൻറ്റ് എൻ്റെ കേസിൽ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡാം പൊളിച്ച് കളയാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പറയണം, പോരെ? അതിലും അപ്പുറത്ത് കോടതി എന്തെന്ന് പറയാനാ? അപ്പോൾ ഇനി കേരളമാണ് പറയേണ്ടത് ഇത് പൊളിച്ച് കളയണം. കേരളം എപ്പോഴും പറയണം തമിഴ്നാടിന് എന്താണ് ജലം, നമുക്ക് സുരക്ഷ. എനിക്ക് ഇന്നേ വരെ ആലോചിച്ചിട്ട് ഇതിൻ്റെ ലോജിക്ക് പിടികിട്ടിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഈ ദുരന്തം മൂലം മരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവന് എത്ര ടൺ അല്ലെങ്കിൽ എത്ര കിലോഗ്രാംസ് അല്ലെങ്കിൽ എത്ര ക്യൂബിക് TMC വെള്ളം ഇവർ തൂക്കും? ഒരാളുടെ 4 കോടി പോട്ടെ, അത് നടക്കില്ലല്ലോ. അപ്പോൾ എന്തിനാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? സുരക്ഷ മാത്രം പറഞ്ഞാൽ പോരെ? അതല്ലേ വേണ്ടത്? മരിക്കാൻ പോണ ആൾക്കാരുടെ അടുത്ത് തമിഴ്നാടിൻ്റെ ജലം പറഞ്ഞിട്ട് എന്ത് വിശേഷമുണ്ട്? അതിലെന്ത് ലോജിക്കുണ്ട്? നമ്മുടെ സുരക്ഷ, ഒരാളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ എല്ലാ മെഷീനറികളും അയാളുടെ കൂടെ നിൽക്കണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്, ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്. ഇപ്പം ഒരാൾക്ക് ഭയം കൂടാതെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്താനായിട്ട് ഇന്ത്യയിലെ എല്ലാ ഫോഴ്സും അയാളുടെ കൂടെ നിൽക്കണമെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ആർമി, ഇന്ത്യയുടെ പോലീസ് സംവിധാനങ്ങൾ, എയർഫോഴ്സ്, നേവി, ഈ ഭരണകൂടങ്ങൾ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഇതെല്ലാം ആ മനുഷ്യൻ്റെ കൂടെ നിൽക്കണം എന്നാണ് ഭരണഘടന അപ്പോൾ 4 കോടി ജനങ്ങളുടെ വിഷയം ഭരണഘടന എന്തുമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യും? ഇതല്ലേ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയി പറയേണ്ടത്? അതുകൊണ്ട് തമിഴ്നാടിൻ്റെ വെള്ളത്തിൻ്റെ കാര്യമാണോ കേരള സർക്കാർ പോയി സുപ്രീം കോടതിയിൽ പറയേണ്ടത്? ഭൂകമ്പ സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സ്ഥലം, 130 വർഷം പഴക്കമുള്ള ഒരു ഡാം, ഇതുപോലത്തെ 50-ലേറെ ഡാമുകൾ ഇന്ത്യ മഹാരാജ്യത്തിൽ കൊളാപ്സ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ച ഒരു രാജ്യം. ഇതൊക്കെ വെച്ചിട്ട് കേരള സർക്കാർ എന്താ പറയേണ്ടത്? സേഫ്റ്റി മാത്രമേ പറയാവൂ, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. വേറെ എന്തു പറഞ്ഞാലും അത് നോൺസെൻസാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും മനസ്സിലാക്കണം. 62 കൊല്ലമായിട്ട് നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കാമല്ലേ തമിഴ്നാടിന് ജലമെന്ന്. എന്ത് പ്രയോജനം ഉണ്ടായി നിങ്ങൾക്ക്? അവർ ആ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 1 യൂണിറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? പിന്നെ ഇപ്പോഴും നിങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അതെനിക്ക് ചോദിക്കാനുള്ളൂ. ഇനി വെള്ളം തരില്ല എന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇവരിങ്ങനെയാണ് പറയുള്ളൂ, ഇവർ അടിമകളാണ്,
ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളെ അടിമകളാക്കി വെച്ച് അവർ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പോയി. സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഏക ജനത കേരളത്തിലെ ജനങ്ങളാണെന്ന് തമിഴ്നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അടിമകളാണ്. കാരണം തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തും കയറി കേരളമോ കർണാടകമോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റോ ഭരിക്കുന്നില്ല. കേരളത്തിലാണ് ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെ വെല്ലുവിളിച്ചുകൊണ്ട് തമിഴ്നാട് കയറി നമ്മുടെ മണ്ണിൽ നിന്ന് നമ്മളെ ഭരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എടുത്ത് സകല കാര്യങ്ങളും എല്ലാ അധികാരവും കൈപ്പിടിയിലാക്കി വേറൊരു സംസ്ഥാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഫെഡറൽ പ്രിൻസിപ്പിൾസിനെ വെല്ലുവിളിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ വെല്ലുവിളിച്ച് നമ്മുടെ നാട്ടിൽ കയറി നമ്മുടെ നെഞ്ചത്ത് കയറിയിരുന്ന് നിരങ്ങുന്നു. മനസ്സിലായി? അതിനെതിരെ പ്രതികരിക്കാനായിട്ട് കേരളത്തിൽ ആരുമില്ലാത്തൊരവസ്ഥ. അതായത് ഇവിടുത്തെ ആർക്കും നീതി വേണ്ട, ധർമ്മം പുനഃസ്ഥാപിക്കേണ്ട, ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ഇത്രയേ ഉള്ളൂ. അതായത് അധർമ്മികളുടെ നാടായി, അതായത് നീതിപക്ഷത്ത് നിൽക്കാത്ത അധർമ്മികളുടെ നാടായി കേരളം മാറി. അതിൽ രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. സാമുദായിക നേതാക്കന്മാർ, ജാതി നേതാക്കന്മാർ, മത നേതാക്കന്മാർ, ഇവരൊക്കെ ഈ അനീതി പക്ഷത്താണ് നിൽക്കുന്നത്, നീതിയുടെ പക്ഷത്തല്ല. അപ്പോൾ എന്തു പറ്റും? ആത്യന്തികമായി ഈ അനീതി പ്രവർത്തിക്കുന്ന അധർമ്മികളെ പ്രകൃതി തന്നെ ഈ ഭൂലോകത്തു നിന്ന് മാറ്റിക്കളയും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ചിന്തിച്ച് നോക്കണം. ഇവിടെ വലിയ സന്മാർഗം പറയുന്ന ആൾക്കാർ, വലിയ ഈശ്വരനെക്കുറിച്ച് ഘോരഘൂരം പ്രഭാഷണങ്ങൾ നടത്തുന്ന ആൾക്കാർ ഇല്ലേ? നമ്മളതല്ലേ മുമ്പിൽ കാണുന്നത്. ഈശ്വരനെക്കുറിച്ച് പറയുന്നു, ദൈവത്തെക്കുറിച്ച് പറയുന്നു. അവരൊക്കെ ഈ അധർമ്മികളുടെ കൂടെയാണ്. അല്ലെങ്കിൽ ഇന്ന് തെരുവിൽ അവരെ കണ്ടേനെ. മുല്ലപ്പെരിയാർ പൊളിച്ചു മാറ്റണമെന്ന് പറയാൻ അവരെ കണ്ടേനെ. അപ്പോൾ ഈ അധർമ്മികളെ, അനീതിയുടെ പക്ഷം പിടിക്കുന്നവരെ, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, വലിയ ധർമ്മിഷ്ഠരാണ്, വലിയ വിശ്വാസികളാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന അധർമ്മികളെ ലോകത്തുനിന്ന് ദൈവം തന്നെ മാറ്റിക്കളയും. അതിന് ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ അത്തരം പാഠങ്ങൾ ജനങ്ങളെ ദൈവം പഠിപ്പിച്ചതായിട്ട് നമ്മൾ കാണാം. എൻ്റെ ഒരു പ്രാർത്ഥന അതാണ്. നമ്മളെ അങ്ങനെ ദൈവം പഠിപ്പിക്കാൻ ഇടവരരുതേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഒരാൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ? ആ ഒരു വിഷയം ഈ ചാനലിനെ കേൾക്കുന്ന ജനങ്ങളുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുകയാണ്.